ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന LGS മാരത്തോൺ ഡേ 2024 100 ഡേയ്സ് ചലഞ്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ LGSന്റെ ഓൺലൈൻ ക്ലാസിന്റെ പേര്. സുഹൃത്തുക്കൾ എല്ലാവരും ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തോളണേ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത സുഹൃത്തുക്കളെ ഒന്ന് ജോയിൻ ചെയ്യുക. ഇവിടെ പറയാത്ത കുറച്ച് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം നമ്മുടെ ഏറ്റവും പുതിയ LGS മാരത്തോൺ 2024ലേക്ക്. ഇനി നമുക്ക് നോക്കാനുള്ളത് 2024 LGSന്റെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ എന്ത് ചെയ്യണം, നമ്മുടെ LGS പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ ഏകദേശം 100 ദിവസമുണ്ട്. ഈ 100 ദിവസം കൊണ്ട് സുഖമായിട്ട് നമുക്ക് 2024 LGS ക്ലിയർ കട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ആഴ്ചയും സൺഡേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ്. അത് നമ്മൾ തിങ്കൾ മുതൽ ശനി വരെ പഠിച്ചിട്ടുള്ള മുഴുവൻ പോയിന്റ്സും ചേർത്തുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവരും LGS റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് സമയം കളയണ്ട. ഇന്ന് എന്താണ് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രവൃത്തിയെ പറ്റിയാണ്. പ്രവൃത്തി അല്ലെങ്കിൽ അവനെ അറിയപ്പെടുന്ന പേരാണ് വർക്ക്. പ്രവൃത്തി അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന പേരെന്താ സുഹൃത്തുക്കളെ? മറ്റൊരു പേര് വർക്ക്. ബലത്തിനു വിധേയമായ ഒരു വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാകുമ്പോഴാണ് പ്രവൃത്തി ചെയ്തു എന്ന് പറയപ്പെടുന്നത്. എന്താ പറഞ്ഞത്? ബലത്തിന് വിധേയമായി ഒരു വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാകുമ്പോഴാണ് പ്രവൃത്തി ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് സുഹൃത്തുക്കൾ ഇത്ര മാത്രം ഓർത്താൽ മതി. നമ്മളൊരു ബോക്സ് തള്ളി നീക്കുകയാണ് എന്ന് കരുതുക. നമ്മളൊരു ബോക്സ് എന്ത് ചെയ്യുന്നു, തള്ളി നീക്കുകയാണെന്ന് കരുതുന്നു. ബോക്സ് തള്ളി നീക്കണമെങ്കിൽ ഞാൻ അതിൽ F എന്ന് പറയുന്ന ഒരു ബലം ഞാൻ പ്രയോഗിച്ചാൽ മാത്രമേ ആ ബോക്സ് എനിക്ക് നീക്കുവാൻ കഴിയുള്ളൂ. F എന്നുള്ള ബലം ഞാൻ പ്രയോഗിച്ചത് കൊണ്ട് തന്നെ ആ ബലം പ്രയോഗിച്ച അതേ ദിശയിലേക്ക് എന്ത് സംഭവിച്ചു, ബോക്സ് എന്ത് ചെയ്തു, നിരങ്ങി നീങ്ങി. അല്ലേ? അതേ ദിശയിലേക്ക് ബോക്സ് എന്ത് ചെയ്യും, നിരങ്ങി നീങ്ങും. ഇങ്ങനെ ബലം പ്രയോഗിച്ച അതേ ദിശയിലേക്കാണ് വസ്തു നീങ്ങിയതെങ്കിൽ എനിക്ക് പറയാം ഞാനൊരു പ്രവൃത്തി ചെയ്തുവെന്ന്. അപ്പോൾ ഓർക്കുക, ബലത്തിന് വിധേയമായിട്ട് ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരം ഉണ്ടാകുമ്പോഴാണ് പ്രവൃത്തി ചെയ്തു എന്ന് പറയപ്പെടുന്നത്. അതായത് ഞാനൊരു ബോക്സ് അല്ലെങ്കിൽ നിങ്ങളൊരു ബോക്സ് തള്ളുകയാണെന്ന് കരുതുക. നമ്മൾ തള്ളുന്ന ദിശയിലേക്ക് ആ ബോക്സ് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മളൊരു പ്രവൃത്തി ചെയ്തുവെന്ന്. അല്ലാതെ നമ്മൾ ഒരു വലിയൊരു പാറ തള്ളുകയാണെന്ന് കരുതുക സുഹൃത്തുക്കള്. അങ്ങനെ പാറ തള്ളുകയാണെന്നുണ്ടെങ്കിൽ ആ പാറയ്ക്ക് എന്തെങ്കിലും അനക്കം പറ്റുമോ? ഇല്ലല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പ്രവൃത്തി ചെയ്തുവെന്ന് പറയുവാൻ കഴിയില്ല. അപ്പൊ ഓർക്കുക, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ പ്രവൃത്തിയുടെ ഭാഗത്ത് പഠിക്കേണ്ട പോയിന്റ്, ഒരു വസ്തുവിലേക്ക് നമ്മൾ ബലം ചെലുത്തി കഴിഞ്ഞാൽ ആ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാകണം. സ്ഥാനാന്തരം എന്ത് ചെയ്യണം, ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയുവാൻ കഴിയൂ. ഒരു കണികയുടെ ഗതികോർജ വ്യത്യാസം അതിൽ ഒരു സഫലബലം ചെയ്യുന്ന പ്രവൃത്തിക്ക് തുല്യമാണ്. ഒരു കണികയുടെ ഗതികോർജ വ്യത്യാസം അതിൽ ഒരു സഫലബലം ചെയ്യുന്ന പ്രവൃത്തിക്ക് തുല്യമാണ്. ഇതിനെ പറയുന്ന പേരാണ് വർക്ക് എനർജി തിയറം എന്ന് പറയും കേട്ടോ. ഇവൻ എന്താ പറയുന്നത്? വർക്ക് എനർജി തിയറി എന്ന് പറയും. ആ സുഹൃത്തുക്കളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക, കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. കണികകളുടെ ഗതികോർജ വ്യത്യാസം അതിന്റെ ഒരു സഫലബലം ചെയ്യുന്ന പ്രവൃത്തിക്ക് തുല്യമാണ് എന്നുള്ളത് ഇതിനെ വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്നെന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നു. ഇനി ഇത് പഠിച്ചിട്ട് മനസ്സിലാവാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, എന്താണ് വർക്ക് എനർജി തിയറം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാ സുഹൃത്തുക്കളും ബൈക്ക് ഉപയോഗിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ബൈക്കിൽ കയറാത്ത സുഹൃത്തുക്കൾ ആരും കാണില്ലല്ലോ, അല്ലെ? അപ്പോൾ നമ്മൾ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സഡൻ ബ്രേക്ക് ചെയ്യുന്നു എന്ന് കരുതുക. നമ്മൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ വാഹനത്തിൽ എന്ത് സംഭവിക്കും സുഹൃത്തുക്കളെ? വാഹനം അല്പദൂരം ഓടിയതിനു ശേഷം അങ്ങ് നിൽക്കുമല്ലേ? ഇതല്ലേ ചെയ്യുന്നത്? സഡൻ ആയിട്ട് നിൽക്കുന്നേക്കാളും അല്പം എന്ത് ചെയ്യുന്നു, മുന്നോട്ട് പോയതിനു ശേഷമായിരിക്കും വാഹനം എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. ആ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാല് ആ വാഹനത്തിന്റെ ഗതികോർജം കുറയുന്നു. ആ വാഹനത്തിന്റെ ഗതികോർജം എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഇങ്ങനെ വാഹനത്തിന്റെ ഗതികോർജം കുറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് നമുക്ക് പറയുവാൻ കഴിയും. അപ്പോൾ വാഹനം പെട്ടെന്നൊന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വാഹനം അല്പദൂരം പോയതിനു ശേഷം എന്ത് ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്യും, നിൽക്കാൻ ശ്രമിക്കും. ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ വാഹനത്തിന്റെ ഗതികോർജം എന്ത് ചെയ്യുന്നു, കുറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്തതായിട്ട് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്തതായിട്ട് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ സുഹൃത്തുക്കൾ ഈ പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ കൊടുത്തിരിക്കുവാണ്, അതുകൊണ്ടാണ് പഠിക്കേണ്ടത്. ഒരു കണികയുടെ ഗതികോർജ വ്യത്യാസം അതിൽ ഒരു സഫലബലം ചെയ്യുന്ന പ്രവൃത്തിക്ക് തുല്യമാണ്. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത്
വെച്ചിരിക്കുക സുഹൃത്തുക്കളെ. ഗതികോർജം കൂടിയാൽ എന്താണ്? പ്രവൃത്തി പോസിറ്റീവ് ആകും. ഗതികോർജം കുറഞ്ഞാൽ എന്ത് ചെയ്യും? പ്രവൃത്തി നെഗറ്റീവ് ആകുമെന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക. അപ്പോ ഗതികോർജത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താണ്? പ്രവൃത്തി ചെയ്തു എന്ന് പറയാൻ കഴിയും. പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ ആണ്. ഓർക്കുക, പ്രവൃത്തിയുടെ യൂണിറ്റ് എന്തൊക്കെയാ സുഹൃത്തുക്കളെ? ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ എന്താണ്? ജൂൾ ആണ്. 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്തുവാൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവിനെയാണ് 1 ജൂൾ എന്ന് പറയുന്നത്. മറക്കല്ലേ, 100 ഗ്രാം മാസുള്ള ഒരു വസ്തു നമ്മുടെ കയ്യിലുണ്ട്. അവനെ നമുക്ക് 1 മീറ്ററിലേക്ക് ഉയർത്തുവാൻ നമ്മൾ എന്തുമാത്രം പ്രവൃത്തി ചെയ്യണം എന്നുള്ളതിന്റെ അളവാണ് 1 ജൂൾ എന്ന് പറയുന്നത്. ഓർക്കുക, പ്രവൃത്തിയുടെ ഡയമെൻഷൻ ഫോർമുല 100ൽ കൂടുതൽ തവണ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതെല്ലാം ഓർക്കുക സുഹൃത്തുക്കള്. പ്രവൃത്തിയുടെ ഡയമെൻഷൻ ഫോർമുല എന്തെന്ന് ചോദിച്ചാൽ m⁻1 l⁻2 t⁻−2 ഇങ്ങനെ തന്നെ പഠിച്ചോളുക. വെറുതെ m എന്ന് ഇട്ട് കഴിഞ്ഞാലും m⁻1 എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാലും രണ്ടും ശരിയാണ് അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആണ് എന്ന് സുഹൃത്തുക്കൾ ഓർക്കുക. വെറുതെ m എന്ന് എഴുതിയിരുന്നാലും m⁻1 എന്ന് എഴുതിയിരുന്നാലും രണ്ടും ഈക്വൽ ആണ്, രണ്ടും തുല്യമാണ് എന്ന് സുഹൃത്തുക്കൾ ഓർക്കുക. അപ്പോൾ പ്രവൃത്തിയുടെ ഡയമെൻഷൻ ഫോർമുല ചോദിച്ചു കഴിഞ്ഞാൽ m⁻1 l⁻2 t⁻−2 എന്നതാണ്. ഒരു വസ്തുവ് ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവോ നെഗറ്റീവോ ആകാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു വസ്തു ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം. അപ്പോ ഇവിടെ നിന്ന് പഠിക്കേണ്ട എന്താണ്? പ്രവൃത്തി എന്ന് പറയുന്നത് പോസിറ്റീവോ നെഗറ്റീവോ ആകാം. അതവിടുത്തെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും. ഓർക്കുക, ഒരു വസ്തു ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം. പ്രവൃത്തി എന്ന് പറയുന്നത് അപ്പോ എങ്ങനെയാണ്? പോസിറ്റീവിലോ നെഗറ്റീവിലോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പറയാൻ കഴിയും. പ്രവൃത്തി കണ്ടുപിടിക്കുവാനുള്ള ഇക്വേഷൻ ആണ് ഇനി പഠിക്കാനുള്ളത്. W = F × S ആണ്. W = എന്താണ്? F × S ആണ്. ചില പുസ്തകങ്ങൾ F × D എന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ടും ഉത്തരം ശരി തന്നെയാണ്. അപ്പൊ സുഹൃത്തുക്കൾ ഓർക്കുക, W = F × S ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ W = F × D ഉണ്ടോ എന്ന് നോക്കുക. രണ്ടും ഉത്തരം ശരിയാണ്. ഈ പറഞ്ഞിരിക്കുന്ന പ്രവൃത്തിയുടെ ഇക്വേഷൻ മാത്രം PSC 25 തവണയിൽ കൂടുതൽ ആവർത്തിച്ചിട്ടുള്ളതാണ്. അതും സുഹൃത്തുക്കൾ ഓർത്തു വെച്ചിരിക്കുക. ഒരു വസ്തുവിന്മേൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണമാണ്. പഠിക്കണേ, ഒരു വസ്തുവിന്മേൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം എന്ന് പറയുന്നത് നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണമാണ്. ഘർഷണ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് കേട്ടോ. ഒരു വസ്തുവിന്മേൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണമാണ്. പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. പ്രവൃത്തി സ്ഥാനാന്തരത്തിന്റെയും സ്ഥാനാന്തര ദിശയിലെ ബലത്തിന്റെ ഘടകത്തിന്റെയും ഗുണനഫലമായിരിക്കും. ഓർക്കുക, പ്രവൃത്തി എന്ന് പറയുന്നത് സ്ഥാനാന്തരത്തിന്റെയും അതുപോലെ തന്നെ സ്ഥാനാന്തര ദിശയിലെ ബലത്തിന്റെ ഘടകത്തിന്റെ ഗുണനഫലവുമായിരിക്കും. ഒരു വസ്തുവിൽ ചെലുത്തുന്ന ബലം എത്ര വലുതാണെങ്കിലും ആ വസ്തുവിന്റെ സ്ഥാനാന്തരം ഉണ്ടാകാത്ത പക്ഷം പ്രവൃത്തി ചെയ്തതായി പറയുവാൻ കഴിയില്ല. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പഠിക്കുക. ഒരു വസ്തുവിൽ ചെലുത്തുന്ന ബലം എത്ര വലുതാണെങ്കിലും ആ വസ്തുവിനെ സ്ഥാനാന്തരം ഉണ്ടാകാത്ത പക്ഷം പ്രവൃത്തി ചെയ്തതായി പറയുവാൻ കഴിയില്ല. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വാഹനം തള്ളുകയാണ് എന്ന് കരുതുക. എന്നാൽ നമ്മൾ തള്ളുന്നതിനനുസരിച്ച് ആ വാഹനത്തിന് യാതൊരുവിധ സ്ഥാനാന്തരവും ഉണ്ടാകുന്നില്ല, ഇല്ലെങ്കിൽ സ്ഥാനമാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് കരുതുക. ഇങ്ങനത്തെ അവസരത്തിൽ നമുക്ക് പറയേണ്ടി വരും നമ്മൾ പ്രവൃത്തി ചെയ്തില്ല എന്ന്. കാരണം നമ്മൾ നമ്മൾ ബലം പ്രയോഗിച്ച ദിശയിലാണ് ആ വസ്തു നീങ്ങിയതെങ്കിൽ മാത്രമേ നമുക്ക് പ്രവൃത്തി ചെയ്തതായിട്ട് പറയാൻ കഴിയൂ. അതായത് നമ്മൾ ബലം പ്രയോഗിച്ചാൽ ആ വസ്തുവിന് എന്ത് സംഭവിച്ചിരിക്കണം? സ്ഥാനാന്തരം സംഭവിച്ചിരിക്കണം, അല്ലെങ്കിൽ സ്ഥാന മാറ്റം സംഭവിച്ചിരിക്കണം. അതായത് നമ്മളൊരു മേശയിൽ തള്ളുന്നു, ആ മേശ മുന്നോട്ട് നിരങ്ങി നീങ്ങുവാണെങ്കിൽ നമുക്ക് പറയാം നമ്മളൊരു പ്രവൃത്തി ചെയ്തു എന്ന്. അതേസമയം നമ്മളൊരു മേശ തള്ളുകയാണ്, പക്ഷെ ആ മേശ അനങ്ങുന്നില്ല എങ്കിൽ നമുക്ക് പറയേണ്ടി വരും നമ്മൾ പ്രവൃത്തി ചെയ്തില്ല എന്ന്. ഇനി പ്രധാനമായിട്ട് പഠിക്കേണ്ട പോയിന്റ് ആണ്, നമ്മുടെ +2 ടെക്സ്റ്റ് ബുക്കുകളിൽ ഉള്ള പോയിന്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. പ്രവൃത്തി പൂജ്യമാകുന്ന അവസരങ്ങൾ. പ്രവൃത്തി പൂജ്യമാകുന്ന അവസരങ്ങളാണ്. ഒന്ന്, സ്ഥാനാന്തരം പൂജ്യമാകുമ്പോൾ. പ്രവൃത്തിയുടെ ഇക്വേഷൻ എന്താ സുഹൃത്തുക്കളെ? W = F × S അല്ലെങ്കിൽ F × D എന്നല്ലേ സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ D എന്ന് പറയുന്നത് അല്ലെങ്കിൽ S എന്ന് പറയുന്നതാണ് നമ്മൾ സ്ഥാനാന്തരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്ഥാനാന്തരം എന്ന് പറയുന്നത് പൂജ്യമായി കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന ഇക്വേഷൻ മുഴുവൻ എന്തായിട്ട് മാറും? പൂജ്യമായിട്ട് മാറും. അപ്പോ നമുക്ക് അവിടെ പ്രവൃത്തി ചെയ്തതായിട്ട് പറയുവാൻ കഴിയില്ല. ബലം പൂജ്യമാകുമ്പോൾ
ബലം പൂജ്യമാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പൂജ്യമായി കഴിഞ്ഞാൽ എഗെയിൻ നമ്മുടെ ഇക്വേഷൻ മൊത്തവും എന്തായിട്ട് മാറും സുഹൃത്തുക്കളെ? പൂജ്യമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പ്രവൃത്തി ചെയ്തതായിട്ട് പറയുവാൻ കഴിയില്ല. ഒന്നുകൂടി പറയാം, ഒരു ടെൻഷനും വേണ്ട, വളരെ ഈസിയാണ്. പ്രവൃത്തി പൂജ്യമാകുന്ന അവസരങ്ങൾ എപ്പോഴൊക്കെ എന്ന് ചോദിച്ചാൽ രണ്ടു പ്രധാനപ്പെട്ട അവസരങ്ങൾ ആദ്യം പഠിച്ചു തീർക്കണം. സ്ഥാനാന്തരം പൂജ്യമാകുമ്പോൾ, അതായത് ഒരു വസ്തുവിലേക്ക് നമ്മൾ ഒരു ബലം പ്രയോഗിച്ചു, ആ വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടായില്ല. സ്ഥാനമാറ്റം ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ സ്ഥാനാന്തരം എന്തായിട്ട് മാറി? പൂജ്യമായിട്ട് മാറി. അങ്ങനെ പൂജ്യമായിട്ട് സ്ഥാനാന്തരം മാറിയത് കൊണ്ട് തന്നെ ആ ഇക്വേഷൻ മുഴുവൻ പൂജ്യത്തിലേക്ക് എന്ത് ചെയ്തു? ഈക്വൽ ആയി. അതുകൊണ്ട് എന്താണ്? പ്രവൃത്തി ചെയ്തതായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ യാതൊരു ബലവും പ്രയോഗിച്ചില്ല എങ്കിൽ അവിടെ ബലം എന്ന് പറയുന്നത് പൂജ്യമായിട്ട് മാറും. അങ്ങനെ ആ ഇക്വേഷൻ മുഴുവൻ പൂജ്യമായി പോകുന്നു. അങ്ങനെ പ്രവൃത്തി പൂജ്യമായി, അല്ലെങ്കിൽ പ്രവൃത്തി നമ്മൾ ചെയ്തതായിട്ട് പറയുവാൻ കഴിയില്ല. ഇനി മൂന്നാമത്തതാണ് ബലവും സ്ഥാനാന്തരവും പരസ്പരം ലംബമാവുന്ന അവസരത്തിൽ. ബലവും സ്ഥാനാന്തരവും പരസ്പരം ലംബമായി വരുന്ന അവസരത്തിലും നമുക്ക് പ്രവൃത്തി പൂജ്യമായി കണക്കാക്കേണ്ടി വരും. ബലവും സ്ഥാനാന്തരവും പരസ്പരം ലംബമാവുന്ന സിറ്റുവേഷനിൽ, അപ്പൊ ബലം എന്ന് പറയുന്നത് സുഹൃത്തുക്കൾ നോക്കിക്കോ, ഈ ഒരു ഡയറക്ഷനിലാണ് ഞാൻ ഫോഴ്സ് അല്ലെങ്കിൽ ബലം എന്ത് ചെയ്തത്? കൊടുത്തത്. എന്നാൽ സ്ഥാനാന്തരം സംഭവിച്ചത് മുകളിലേക്കാണ് എന്ന് കരുതുക. എ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് മുകളിലേക്കാണ് സ്ഥാനാന്തരം സംഭവിച്ചത് എന്ന് സുഹൃത്തുക്കൾ കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലും എനിക്ക് അവിടെ പ്രവൃത്തി ചെയ്തു എന്ന് പറയുവാൻ കഴിയില്ല. ഒന്നുകൂടി പറയാം, ബലവും സ്ഥാനാന്തരവും പരസ്പരം ലംബമാകുന്ന കണ്ടീഷനിൽ, ലംബമാവുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ 90 ഡിഗ്രി ആകുന്ന അവസ്ഥയിൽ ഞാൻ ബലം പ്രയോഗിച്ച ദിശ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചോ. എന്നാൽ ആ വസ്തു നീങ്ങിയത് എങ്ങോട്ടാണ്? എ എന്ന് പറയുന്ന മുകളിലേക്ക് ഒരു പോയിന്റിലേക്കാണ് നീങ്ങിയത്. ഈ ഒരു അവസരത്തിലും എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? പ്രവൃത്തി ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ പ്രവൃത്തി എന്താണ്? പൂജ്യമായി മാറും. യാതൊരു തിരശ്ചീനമായ ബലവും പ്രയോഗിക്കാതെ മിനുസമാർന്ന മേശയിലൂടെ തെന്നി നീങ്ങുന്ന ചതുരക്കട്ട പ്രവൃത്തി ചെയ്യുന്നില്ല. എന്താ പറഞ്ഞത്? യാതൊരു തിരശ്ചീനമായ ബലവും പ്രയോഗിക്കാതെ മിനുസമാർന്ന മേശയിലൂടെ തെന്നി നീങ്ങുന്ന ചതുരക്കട്ട പ്രവൃത്തി ചെയ്യുന്നില്ല എന്നോർക്കുക. ഇവിടെ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു മേശയുണ്ട്, ആ മേശയുടെ മുകളിൽ ഒരു ചതുരക്കട്ട വെച്ചിട്ടുണ്ട്. എന്നാൽ ഇത് വളരെ മിനുസമാർന്ന ഒരു മേശ ആയതുകൊണ്ട് തന്നെ ചതുരക്കട്ട എന്ത് ചെയ്യുന്നു? താനേ തെന്നി താഴേക്ക് എന്താണ് നീങ്ങുകയാണെന്ന് കരുതുക. ഇവിടെ നമ്മൾ യാതൊരു തര ബലവും എന്ത് ചെയ്തില്ല? കൊടുത്തില്ല ചതുരക്കട്ടയില്. എന്നാൽ ചതുരക്കട്ട എന്ത് ചെയ്തു? തെന്നി നീങ്ങി. ഇവിടെ നമുക്ക് എന്താണ്? പ്രവൃത്തി ചെയ്തതായിട്ട് പറയുവാൻ കഴിയില്ല. ഇനി നമുക്ക് നോക്കുവാനുള്ളത് പ്രവൃത്തി പൂജ്യമാകുന്ന അവസരങ്ങളാണ്. ഇനി നമുക്ക് നോക്കാനുള്ള എന്താ സുഹൃത്തുക്കളെ? പ്രവൃത്തി എന്ന് പറയുന്നത് പൂജ്യമാകുന്ന അവസരങ്ങൾ, അല്ലെങ്കിൽ W എന്ന് പറയുന്ന സാധനം പൂജ്യമാകുന്ന അവസരമാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. സ്ഥാനാന്തരം പൂജ്യമാകുമ്പോൾ നമുക്ക് പ്രവൃത്തിയുടെ ഇക്വേഷൻ അറിയാം. W=F × D ആണ് പ്രവൃത്തിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ സ്ഥാനാന്തരം എന്ന് പറയുന്ന D എന്ത് ചെയ്യുന്നു? പൂജ്യമാകുകയാണ് എന്ന് കരുതുക. സ്ഥാനാന്തരം എന്ന് പറയുന്ന D പൂജ്യമാകുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ എൻറ്റയർ ഇക്വേഷൻ എന്തായിട്ട് മാറും? പൂജ്യമായിട്ട് മാറും. അപ്പോ നമുക്ക് പറയേണ്ടി വരും നമ്മൾ പ്രവൃത്തി ചെയ്തില്ല എന്ന്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഭാരമുള്ള വസ്തു തള്ളുവാൻ ശ്രമിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായില്ല എങ്കിൽ നമ്മൾ പ്രവൃത്തി ചെയ്തതായിട്ട് പറയുവാൻ കഴിയില്ല. ബലം പൂജ്യമാകുമ്പോൾ, ഈ കിടക്കുന്ന F ആണല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന ബലം എന്ന് പറയുന്നത്. ഈ ബലം എന്ന് പറയുന്നത് പൂജ്യമാകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെയും എന്താ സംഭവിക്കുന്ന സുഹൃത്തുക്കളെ? നമ്മുടെ എൻറ്റയർ ഇക്വേഷൻ എന്തായിട്ട് മാറും? പൂജ്യമായിട്ട് മാറും. അപ്പോഴും നമുക്ക് അവിടെ പ്രവൃത്തി ചെയ്തതായിട്ട് പറയുവാൻ കഴിയില്ല. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പഠിക്കുക. സ്ഥാനാന്തരം പൂജ്യമായാലും ബലം പൂജ്യമായാലും നമുക്ക് പ്രവൃത്തി ചെയ്തതായി പറയുവാൻ കഴിയില്ല. ബലവും സ്ഥാനാന്തരവും പരസ്പരം ലംബമാവുമ്പോൾ, എന്താ അവൻ ഈ ബലവും സ്ഥാനാന്തരവും പരസ്പരം ലംബമാവുമ്പോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സുഹൃത്തുക്കൾ ഇങ്ങോട്ട് നോക്കുക. ഞാൻ F എന്ന് പറഞ്ഞ ഒരു ബലം ഈ ഒരു ഡയറക്ഷനിൽ എന്ത് ചെയ്തു? കൊടുത്തു. എന്നാൽ എന്റെ വസ്തു എന്ത് ചെയ്തു? മൂവ് ചെയ്തത്, അല്ലെങ്കിൽ എന്റെ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചത് എങ്ങോട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ മുകളിലോട്ടാണ് എന്ന് കരുതുക. A എന്ന് പറയുന്ന ഒരു പോയിന്റ്, അല്ലെങ്കിൽ വലത്തോട്ടോ ഇടത്തോട്ടോ ഏതെങ്കിലും A എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്കാണ് എന്ത് ചെയ്തത്? എന്റെ വസ്തു എന്ത് ചെയ്തത്? മൂവ് ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും എനിക്ക് പ്രവൃത്തി ചെയ്തതായിട്ട് പറയുവാൻ കഴിയില്ല. ഒന്നുകൂടി പറയാം, ഞാൻ A എന്ന് പറഞ്ഞിട്ട് ഒരു ബോൾ എന്ത് ചെയ്യുന്നു? തള്ളുന്നു. എന്നാൽ ഞാൻ A എന്ന് പറയുന്ന ബോൾ തള്ളിയ സമയത്ത് ആ ബോൾ മുകളിലേക്കാണ് പോയത് എന്ന് കരുതുക. ആ ബോളിന് ഞാൻ തള്ളിയപ്പോ ബോൾ എന്ത് ചെയ്തു സുഹൃത്തുക്കളെ? മുകളിലേക്കാണ് എന്ത് ചെയ്തത്? പോയത്. അങ്ങനെ ഞാൻ പ്രവൃത്തി ചെയ്തതായിട്ട് പറയുവാൻ കഴിയില്ല. അപ്പോ ബലവും സ്ഥാനാന്തരവും പരസ്പരം ലംബമായി വരുമ്പോൾ, അല്ലെങ്കിൽ 90 ഡിഗ്രി ആവുമ്പോൾ, 90 ഡിഗ്രി ആകുമ്പോൾ നമ്മൾ പ്രവൃത്തി ചെയ്തതായിട്ട് പറയുവാൻ കഴിയില്ല. യാതൊരു തിരശ്ചീനമായ ബലവും പ്രയോഗിക്കാതെ മിനുസമാർന്ന മേശയിലൂടെ തെന്നു നീങ്ങുന്ന ചതുരക്കട്ട പ്രവൃത്തി ചെയ്യുന്നില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ് മേശയുണ്ട് എന്ന് സുഹൃത്തുക്കൾ കരുതുക.
അതിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് പൗഡർ വിതറിയതിനു ശേഷം ഒരു ഭാരമുള്ള വസ്തു വെക്കുകയാണെന്ന് കരുതുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, മേശ നമ്മൾ അല്പം ഒന്ന് ഉയർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സുഹൃത്തുക്കളെ, താനെ എന്ത് ചെയ്യും, ആ വസ്തു താഴേക്ക് എന്ത് ചെയ്യും, നിരങ്ങി നീങ്ങും. ഇങ്ങനെയുള്ള അവസരത്തില് നമുക്ക് പ്രവൃത്തി ചെയ്തതായിട്ട് പറയുവാൻ കഴിയില്ല. ആ വസ്തുവിൽ നമ്മൾ പ്രവൃത്തി ചെയ്തതായിട്ട് പറയുവാൻ കഴിയില്ല. തിരച്ചീനമായി മിനുസമാർന്ന മേശയിലൂടെ തെന്നി നീങ്ങുന്ന ചതുരക്കട്ടയ്ക്ക് മേൽ ഗുരുത്വാകർഷണ ബലം യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. അതും പഠിച്ചു വെച്ചോളെ. എങ്ങനെയാണ്? തിരച്ചീനമായിട്ട് മിനുസമാർന്ന മേശയിലൂടെ തെന്നി നീങ്ങുന്ന ചതുരക്കട്ടയ്ക്ക് മേൽ ഗുരുത്വാകർഷണ ബലം പോലും എന്ത് ചെയ്യുന്നില്ല, പ്രവൃത്തി ചെയ്യുന്നില്ല. ഓർക്കുക, ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ഭ്രമണപഥം കൃത്യമായി വൃത്താകൃതിയിലാണ് എങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ചന്ദ്രനിൽ യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട പോയിന്റ് ആണ്. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ഭ്രമണപഥം കൃത്യമായ വൃത്താകൃതിയിലായിരുന്നുവെങ്കിൽ, എങ്ങനെയാണ്? ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ഭ്രമണപഥം കൃത്യമായ വൃത്താകൃതിയിലായിരുന്നുവെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ചന്ദ്രനിൽ യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നില്ല എന്ന് ഓർക്കുക. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളിലേക്ക് കടക്കാം. PSC സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ഇവയെല്ലാം PSC റിപ്പീറ്റ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ പ്രവൃത്തി എന്ന് പറഞ്ഞ മേഖലയിൽ മേൽപ്പറഞ്ഞ ഏതെങ്കിലും ഭാഗം സുഹൃത്തുക്കൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിലും ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എങ്കിലും സുഹൃത്തുക്കൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? 100-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ എയിൽ കിടക്കുന്നു ജൂള്, ഓപ്ഷൻ ബി മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ സി ഓം, ഓപ്ഷൻ ഡി എന്താണ്? CD. അപ്പൊ ഉത്തരം എന്താ സുഹൃത്ത്? അപ്പൊ നമുക്കറിയാം പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂള് അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ ആണ്. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും സുഹൃത്തുക്കൾ പഠിച്ചു വെച്ചിരിക്കുക. ഇത് രണ്ടും PSC 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യമാണ്. അപ്പൊ താഴെ പറയുന്നതിൽ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് ചോദിച്ചാൽ ഓപ്ഷനകത്ത് ജൂൾ ഉണ്ടോ എന്ന് നോക്കുക. ജൂൾ ആയിരിക്കും ഏറ്റവും കൂടുതൽ PSC ഉത്തരമായി നൽകുന്നത്. അതില്ലെന്നുണ്ടെങ്കിൽ ന്യൂട്ടൺ മീറ്റർ ഉണ്ടോ എന്ന് നോക്കുക. അതില്ലെന്നുണ്ടെങ്കിൽ ന്യൂട്ടൺ മീറ്റർ ഉണ്ടോ എന്ന് നോക്കുക. താഴെ പറയുന്നവയിൽ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നവയിൽ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്ന് കണ്ടെത്തണം. പ്രവൃത്തി ഒരു അദിശ അളവാണ്, അതായത് ദിശയില്ലാത്ത അളവാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. ശരിയാണ് കേട്ടോ. പ്രവൃത്തിക്ക് എന്തില്ല? ദിശയില്ല എന്ന് ഓർക്കുക. പ്രവൃത്തി ഒരു അദിശ അളവാണ് അല്ലെങ്കിൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് എന്ന് ഓർക്കുക. പ്രവൃത്തിക്ക് എന്തില്ല? ദിശയില്ല, ഒരു അദിശ അളവാണ് പ്രവൃത്തി. ഇവിടെ വെച്ച് അങ്ങ് പഠിക്കണേ. പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു അദിശ അളവാണ്. ബലവും സ്ഥാനാന്തരവും സംയോജിപ്പിച്ചാണ് പ്രവൃത്തിയുടെ സൂത്രവാക്യം രൂപീകരിച്ചിരിക്കുന്നത്. അതും ശരി തന്നെ അല്ലേ സുഹൃത്തുക്കളെ? ബലവും സ്ഥാനാന്തരവും സംയോജിപ്പിച്ചാണ് പ്രവൃത്തിയുടെ സൂത്രവാക്യം രൂപീകരിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ W=F×D എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ഇതിൽ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലം, D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാന്തരം. അപ്പൊ ബലവും സ്ഥാനാന്തരവും സംയോജിപ്പിച്ചാണ് പ്രവൃത്തിയുടെ സൂത്രവാക്യം രൂപീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. 1ഉം 2ഉം എന്താണ്? ശരിയാണ്. 1ഉം 2ഉം എന്താണ്? ശരിയാണ്. ഇതിൽ പഠിക്കേണ്ട പോയിന്റ് പ്രവൃത്തി ഒരു അദിശ അളവാണെന്ന് അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. ഒരാൾ 7 കിലോഗ്രാം ഭാരമുള്ള ചാക്ക് തലയിൽ വെച്ചുകൊണ്ട് 10 മിനിറ്റ് നിൽക്കുന്നു. ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി എത്രയാണ്? ഇങ്ങനൊരു ചോദ്യം UPSC ലെവൽ ചോദിച്ചിരുന്നു. സുഹൃത്തുക്കൾ ഓർക്കുക, ഒരാൾ 7 കിലോ ഭാരമുള്ള ചാക്ക് തലയിൽ വെച്ചുകൊണ്ട് 10 മിനിറ്റ് നിൽക്കുകയാണെന്ന് കരുതുക. ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കൾ ഓർത്തു വെച്ചോളണേ, 0 എന്താണ്? 0. ഓപ്ഷനിൽ 70 ന്യൂട്ടൺ എന്നൊക്കെ പറഞ്ഞ് കിടക്കും. ഒരിക്കലും ആൻസർ കൊടുക്കല്ലേ. ഉത്തരം എന്താണ്? 0. അതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരാള് 100 കിലോ ഭാരമാവട്ടെ, 500 കിലോ ഭാരമാകട്ടെ, 1 കിലോ ഭാരമാകട്ടെ, 10 കിലോ ഭാരമാകട്ടെ, എത്ര ഭാരമാണെങ്കിലും അയാൾ ഉയർത്തി തലയിൽ വെച്ചുകൊണ്ട് വെറുതെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അയാൾ പ്രവൃത്തി ചെയ്തതായിട്ട് പറയുവാൻ കഴിയില്ല. കാരണം അവിടത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത് 0. കാരണം അയാളുടെ തലയിലേക്ക് ഉയർത്തി വെച്ച് കഴിഞ്ഞു. അതിനുശേഷം ആ ചാക്കുകെട്ടിന് എന്തെങ്കിലും അനക്കം സംഭവിച്ചോ? ഇല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനാന്തരം 0 പോവുകയും ആ മൊത്തം ഇക്വേഷനും 0 എന്ത് ചെയ്യുന്നു? ഈക്വൽ ആവുകയും അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആ വ്യക്തി പ്രവൃത്തി ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ സുഹൃത്തുക്കളെ ഇനി മുതൽ. അതുകൊണ്ട് ഇതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, ഒരു വസ്തുവിലേക്ക് 6 ന്യൂട്ടൺ ബലം. 6 ന്യൂട്ടൺ ബലം എന്ന് പറയുമ്പോൾ F= എത്രയാണ്? നമുക്ക് 6 ന്യൂട്ടൺ എന്ന് ലഭിച്ചു. 7 മീറ്റർ സ്ഥാനാന്തരം സംഭവിച്ചു. 6 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചപ്പോൾ ആ വസ്തു നിരങ്ങി എത്ര മീറ്റർ പോയി സുഹൃത്തുക്കളെ? 7 മീറ്റർ പോയി. അതുകൊണ്ട് തന്നെ സ്ഥാനാന്തരം D എന്ന് പറയുന്നത് എത്രയാണ്? 7 മീറ്റർ ആണ് നമുക്ക്
കിട്ടി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രവൃത്തി കാണുവാനാണ്. പ്രവൃത്തി കാണുവാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. W = F × D. അതിനകത്ത് F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6, D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7. 6 7 എത്രയാ സുഹൃത്തുക്കളെ? 42 ജൂള്. 6 7 42 ജൂള്. ഏകദേശം 50ഓളം PSC ക്വസ്റ്റ്യൻസിൽ ഇതേ മോഡലുള്ള ചോദ്യങ്ങൾ കണ്ടിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കിട്ടിയാൽ കൃത്യമായി ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യമായി തന്നെ പഠിക്കേണ്ടതാണ് എന്താണ് ഊർജം. നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിച്ചു വരുന്നതാണ്. എന്നാലും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നമുക്കൊന്ന് പഠിക്കാം. എന്താ സുഹൃത്തുക്കളെ ഊർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവിനെ അറിയപ്പെടുന്ന പേരാണ് ഊർജം. ഇങ്ങനെ തന്നെ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവിനെ അറിയപ്പെടുന്ന പേരാണ് ഊർജം. ഊർജത്തിന്റെ പ്രധാന ഉദാഹരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഊർജം ഏതൊക്കെ രീതിയിലുണ്ട് സുഹൃത്തുക്കളെ? നമ്മുടെ ചുറ്റും ശബ്ദോർജമുണ്ട്, പ്രകാശോർജമുണ്ട്, വൈദ്യുതോർജമുണ്ട്, താപോർജമുണ്ട്, ആണവോർജം. ഇങ്ങനെ പല രീതിയിലുള്ള ഊർജവും നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ സുഹൃത്തുക്കളെ? അപ്പോ ഊർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവിനെ അറിയപ്പെടുന്ന പേരാണ് ഊർജം എന്നുള്ളത്. ഊർജത്തിന്റെ പ്രധാന ഉദാഹരണങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ശബ്ദോർജം, പ്രകാശോർജം, വൈദ്യുതോർജം, താപോർജം, ആണവോർജം എന്നിവയാണ്. പകൽ സമയങ്ങളിൽ കാഴ്ച സാധ്യമാക്കുന്നതിന് സഹായിക്കുന്ന ഊർജ രൂപം സൂര്യനിൽ നിന്നുള്ള പ്രകാശോർജമാണ്. പഠിച്ചു വെച്ചോളണേ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ലെവലായിട്ട് ചോദിക്കും. പകൽ സമയങ്ങളിൽ കാഴ്ച സാധ്യമാക്കുന്നതിന് സഹായിക്കുന്ന ഊർജ രൂപം ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യനിൽ നിന്നുള്ള പ്രകാശോർജമാണ് ശരിയായ ഉത്തരം. സൂര്യനിൽ നിന്നുള്ള പ്രകാശോർജമാണ് എന്ന് സുഹൃത്തുക്കളെ പഠിച്ചു വെക്കുക. അടുത്തതായി ഊർജത്തിന്റെ വിവിധ രൂപാന്തരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വിവിധ രൂപങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ കുറച്ച് സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്. അവിടെ ഉണ്ടാകുന്ന ഊർജ രൂപങ്ങളും നാം പ്രയോജനപ്പെടുത്തുന്ന ഊർജ രൂപം അതിൽ ഏതാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യമായി പറഞ്ഞിരിക്കുന്ന സന്ദർഭമാണ് ടോർച്ച് പ്രകാശിക്കുന്നു. ടോർച്ച് പ്രകാശിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രകാശോർജം എന്തായിരുന്നാലും ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ താപോർജവും ഉണ്ടാകും. പ്രകാശോർജത്തിനൊപ്പം എന്തുണ്ടാകും സുഹൃത്തുക്കളെ? താപോർജവും ഉണ്ടാകും. അത് പുതിയ ടൈപ്പ് LED ലൈറ്റ് ആയിരുന്നാലും ശരി, പണ്ടത്തെ നമ്മുടെ ഇൻകാൻഡസെന്റ് ലൈറ്റ് ആയിരുന്നാലും ശരി, പ്രകാശം ഉണ്ടാകുന്നുണ്ടോ, അതിലും വൈദ്യുതി ഉപയോഗിച്ച് പ്രകാശം ഉണ്ടാക്കുന്നുണ്ടോ എങ്കിൽ അതിനകത്ത് താപവും ഉണ്ടായിരിക്കും. യാതൊരു വ്യത്യാസവുമില്ല അതിന്. അപ്പോൾ ഇവിടെ നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത് ആരെ മാത്രമെന്നേ ഉള്ളൂ? പ്രകാശോർജത്തെ മാത്രമേ ഉപയോഗിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ടോർച്ച് പ്രകാശിക്കുന്ന സമയത്ത് പ്രകാശോർജവും താപോർജവും അവിടെ ഉണ്ടാകുന്നുവെങ്കിലും പ്രകാശോർജമാണ് അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. മെഴുകുതിരി കത്തുന്ന സമയത്തും പ്രകാശോർജവും താപോർജവും ഉണ്ടാകാറുണ്ട് അല്ലെ സുഹൃത്തുക്കളെ? മെഴുകുതിരി കത്തുന്ന സമയത്തും പ്രകാശോർജവും താപോർജവും ഉണ്ടാകുന്നുണ്ട്. ഇവിടെയും നമ്മൾ പ്രകാശോർജമാണ് ഉപയോഗിക്കുന്നത്. എന്താണ്? പ്രകാശോർജമാണ് ഇവിടെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുപ്പിൽ വിറക് കത്തുമ്പോൾ പ്രകാശോർജവും ഉണ്ടാകുന്നുണ്ട്, താപോർജവും ഉണ്ടാകുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്താ സുഹൃത്തുക്കളെ ഉപയോഗിക്കുന്നത്? താപോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ? നമ്മൾ അടുപ്പിൽ വിറക് കത്തിച്ച് നമ്മൾ വെള്ളം തിളപ്പിക്കും, അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പ്രകാശോർജം ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ നമ്മൾ അവിടെ താപോർജമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അടുപ്പിൽ വിറക് കത്തിക്കുമ്പോൾ പ്രകാശോർജവും താപോർജവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ താപോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വൈദ്യുത ബൾബ് പ്രകാശിക്കുന്നു. ടോർച്ച് ബൾബിന്റെ അതേ പ്രവർത്തനം തന്നെയാണ്. ബൾബ് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പ്രകാശോർജവും താപോർജവും ഉണ്ടാകും. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് സുഹൃത്തുക്കളെ? പ്രകാശോർജമാണ്. നമ്മുടെ ടോർച്ച് പ്രകാശിക്കുന്ന സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. വൈദ്യുത ബൾബ് പ്രകാശിച്ചാലും താപോർജവും പ്രകാശോർജവും ഉണ്ടാകുന്നു. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ആരെ മാത്രമാണ്? പ്രകാശോർജത്തെ മാത്രമാണ്. പടക്കം പൊട്ടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് കേട്ടോ. പടക്കം പൊട്ടുന്നു. പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട ഊർജങ്ങളാണ് ഉണ്ടാകുന്നത്, ശബ്ദോർജവും താപോർജവും. ആരൊക്കെയാണ് ഉണ്ടാകുന്നത്? ശബ്ദോർജവും താപോർജവുമാണ് പടക്കം പൊട്ടുമ്പോൾ ഉണ്ടാകുന്നത്. ഇതിൽ ശബ്ദോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നത് പ്രധാനമായിട്ടും ശബ്ദോർജമാണ്. പടക്കം പൊട്ടിക്കുന്നത് നമ്മൾ ശബ്ദം കേൾക്കാനല്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ ശബ്ദോർജമാണ് നമ്മൾ പടക്കം പൊട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ പൊട്ടുമ്പോൾ നമ്മൾ ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതെന്ന് സുഹൃത്തുക്കളെ പഠിക്കുക. അപ്പോൾ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ്. ടോർച്ച് പ്രകാശിക്കുന്ന സന്ദർഭത്തില് അവിടെ ഉണ്ടാകുന്ന ഊർജങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ പ്രകാശോർജവും താപോർജവുമാണ്. അതിൽ പ്രകാശോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മെഴുകുതിരി കത്തുന്ന സമയത്ത് പ്രകാശോർജവും താപോർജവും ഉണ്ടാകുന്നെങ്കിലും അവിടെയും പ്രകാശോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
അടുപ്പിൽ വിറക് കത്തിക്കുന്ന സമയത്തും പ്രകാശോർജവും താപോർജവും ഉണ്ടാകുന്നു എങ്കിലും നമ്മൾ താപോർജമാണ് അവിടെ ഉപയോഗിക്കുന്നത്. വൈദ്യുത ബൾബ് പ്രകാശിക്കുന്ന സമയത്തും പ്രകാശോർജവും താപോർജവും ഉണ്ടാകുന്നുവെങ്കിലും അവിടെയും നമ്മൾ പ്രകാശോർജമാണ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പടക്കം പൊട്ടുന്ന സമയത്ത് ശബ്ദോർജവും താപോർജവും ഉണ്ടാകുന്നു, എന്നാൽ അവിടെ ശബ്ദോർജമാണ് നമ്മൾ കേൾക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കുന്നതെന്നും സുഹൃത്തുക്കളെ പഠിക്കുക. മറ്റൊരു പോയിന്റ് നമ്മൾ പറയാൻ പോകുന്നത്, ഇവിടെ കുറെ സന്ദർഭങ്ങൾ നേരത്തെ തന്നതുപോലെ തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് ഇത്തരം സന്ദർഭത്തിൽ ഏതൊക്കെ രീതിയിലുള്ള ഊർജങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നേരത്തെ സന്ദർഭം ഇപ്പോഴത്തെ സന്ദർഭം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. നേരത്തെ സന്ദർഭം അല്ലെങ്കിൽ നേരത്തെ കേസ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെ ഊർജ്ജ രൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ആ ഊർജ്ജ രൂപത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപം എന്നാണ് പഠിച്ചത്. എന്നാൽ ഇതിന്റെ കേസിൽ വരുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു സന്ദർഭം തന്നിരിക്കും, അവിടെ ഏതൊക്കെ ഊർജ്ജ രൂപങ്ങളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ഊർജ്ജ രൂപങ്ങളാണ് അവിടെ രൂപപ്പെടുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ സന്ദർഭം പൂത്തിരി കത്തുന്നു. പൂത്തിരി കത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ താപോർജം ഉണ്ടാകും. പൂത്തിരി വെറുതെ സൈലന്റ് ആയിട്ടാണോ സുഹൃത്തുക്കളെ കത്തുന്നത്? കരിപിരി കരിപിര സൗണ്ട് കേൾക്കുമല്ലേ? അതുകൊണ്ട് തന്നെ അവിടെ ശബ്ദോർജം ഉണ്ടാകുന്നുണ്ട്. പിന്നെ പൂത്തിരി നമ്മൾ എന്തിനാ കത്തിക്കുന്ന? പ്രധാനമായിട്ടും പ്രകാശോർജത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ കത്തുന്ന പ്രകാശം കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൂത്തിരി കത്തിക്കുന്നത്. അതുകൊണ്ട് പൂത്തിരിയിൽ നിന്നുണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങളെയൊക്കെയെന്ന് ചോദിച്ചാല് താപോർജം ഉണ്ടാകുന്നുണ്ട്, ശബ്ദോർജം ഉണ്ടാകുന്നുണ്ട്, പ്രകാശോർജവും ഉണ്ടാകുന്നുണ്ട്. പഠിക്കുക. മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നു. മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിനടുത്തേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് താപം അനുഭവപ്പെടും. അപ്പോൾ അവിടെ താപോർജം ഉണ്ടാകുന്നുണ്ട്. മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ആ എഞ്ചിന്റെ അടുത്ത് കൈവച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളും. അതിനുള്ള കാരണം എന്ന് ചോദിച്ചാൽ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് അവിടെ താപോർജം ഉണ്ടാകുന്നുണ്ട്. മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ സൈലന്റ് ആണോ സുഹൃത്തുക്കളെ? ഇലക്ട്രിക്കൽ വണ്ടി പോലെ അല്ല. അപ്പൊ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? ശബ്ദോർജം രൂപപ്പെടുന്നുണ്ട്. ശബ്ദോർജം രൂപപ്പെടുന്നുണ്ട്. ഇവിടെ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് യാന്ത്രികോർജമാണ്, അല്ലെങ്കിൽ യന്ത്രങ്ങളുടെ ഊർജമാണ്. മറക്കരുത്, യാന്ത്രികോർജം അവിടെ ഉണ്ടാകുന്നുണ്ട്. മോട്ടോർ സൈക്കിൾ ഓടുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി ഉണ്ടാകുന്ന ഊർജം ഏതാണ്? യാന്ത്രികോർജമാണ്. അതിനുശേഷം ഉണ്ടാകുന്നത് താപോർജമാണ്. അതിനുശേഷമാണ് ശബ്ദോർജം ഉണ്ടാകുന്നത് എന്ന് പഠിക്കുക. മിക്സിയുടെ പ്രവർത്തനം. മിക്സി പ്രവർത്തിച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ മിക്സിയുടെ ആ മോട്ടറിൽ നല്ല രീതിക്ക് ചൂടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോ താപോർജം ഉണ്ടാകുന്നുണ്ട് മിക്സി പ്രവർത്തിപ്പിക്കുമ്പോൾ. ഇനി ഏതെങ്കിലും ഒരു വീട്ടിൽ മിക്സി സൈലന്റ് ആയിട്ട് പ്രവർത്തിക്കുക സുഹൃത്തുക്കളെ? ഇല്ല. അപ്പോ ഏതൊരു മിക്സി പ്രവർത്തിച്ചാലും ശബ്ദമുണ്ടാവും, അല്ലെങ്കിൽ മോട്ടർ കറങ്ങുമ്പോൾ എന്തുണ്ടാവും? ശബ്ദമുണ്ടാവും. അപ്പോ ശബ്ദോർജവും മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ മിക്സി പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകുന്നതാണ് യാന്ത്രികോർജം. ഇത് PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ് ഈ യാന്ത്രികോർജം. അതുകൊണ്ട് യാന്ത്രികോർജത്തിന് അല്പം ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക സുഹൃത്തുക്കള്. മിക്സി പ്രവർത്തിക്കുന്ന സമയത്ത് താപോർജം ഉണ്ടാകുന്നുണ്ട്, ശബ്ദോർജം ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? അതിലെ യാന്ത്രികോർജമാണ്. പഠിക്കുക. ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുന്നു. മിക്സി പ്രവർത്തിക്കുന്നതിന്റെ അതേ പ്രവർത്തന തത്വമാണ് ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുമ്പോഴും. ഒന്നുമില്ല, ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ അവിടെ താപമുണ്ടാകുന്നു, അപ്പോൾ താപോർജം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇലക്ട്രിക് മോട്ടോർ റൺ ചെയ്യുന്ന സമയത്ത് ശബ്ദം ഉണ്ടാകാറുണ്ട്, അതുകൊണ്ട് അവിടെ ശബ്ദോർജം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടറിന്റെ പുറത്ത് വരുന്ന ആ യാന്ത്രികോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അപ്പോൾ അവിടെ യാന്ത്രികോർജവും ഉണ്ടാകാറുണ്ട്. ഇത് മൂന്നും സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 സന്ദർഭങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കൾ. ഇവയെല്ലാം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. കാരണം സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ഇങ്ങനെയുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് PSC ഇപ്പോൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗം പഠിക്കാൻ ശ്രമിക്കും. ഇത്രയും നേരം നമ്മൾ യാന്ത്രികോർജം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്താണ് യാന്ത്രികോർജം എന്ന് നമുക്കൊന്ന് നോക്കാം സുഹൃത്തുക്കളെ. എന്താണ് യാന്ത്രികോർജം? വൈദ്യുതോർജം ഇന്ധനങ്ങളും കത്തുമ്പോൾ, വൈദ്യുതോർജമോ അല്ലെങ്കിൽ ഇന്ധനങ്ങൾ കത്തുമ്പോഴോ ഉണ്ടാകുന്ന ഊർജം എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നതിനും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കുന്നതിനും കഴിയുന്നു. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ലഭിക്കുന്ന ഊർജമാണ് യാന്ത്രികോർജം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യന്ത്രങ്ങൾ ചലിക്കുമ്പോഴുണ്ടാകുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജം അറിയപ്പെടുന്ന പേരാണ് യാന്ത്രികോർജം എന്നുള്ളത്. ഇത്രയെങ്കിലും സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. അപ്പോൾ എന്താണ് യാന്ത്രികോർജം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
വൈദ്യുതോർജ്ജം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോഴോ ഉണ്ടാകുന്ന ഊർജത്തിനെ നമ്മൾ ഒരു എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നതിനും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കുന്നതിനും കഴിയുന്നു. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ലഭിക്കുന്ന ഊർജമാണ് യാന്ത്രികോർജം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠിക്കുക. ഇതുപോലെ തന്നെ പഠിക്കേണ്ട മറ്റൊരു ഊർജമാണ് രാസോർജം. ഇപ്പോ PSCയുടെ ട്രെൻഡിങ് കിടക്കുന്നതാണ് ഈ യാന്ത്രികോർജവും രാസോർജവും. കേട്ടോ സുഹൃത്തുക്കളെ? അപ്പോൾ എന്താണ് രാസോർജം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസോർജം. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് അങ്ങ് പഠിച്ചോളണേ. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം അറിയപ്പെടുന്ന പേരാണ് രാസോർജം. പ്രകാശ സംശ്ലേഷണം വഴി സൗരോർജത്തെ സസ്യങ്ങൾ രാസോർജമാക്കി മാറ്റുന്നു. പ്രകാശ സംശ്ലേഷണം വഴി സൗരോർജത്തെ സസ്യങ്ങൾ രാസോർജമാക്കി മാറ്റുന്നു. ഇങ്ങനെ സംഭരിക്കുന്ന രാസോർജം ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ എത്തുന്നു. ഇങ്ങനെ സംഭരിക്കുന്ന രാസോർജം ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ എത്തുന്നു. വിറക് കത്തിക്കുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജമാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിക്കുക. സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദിക്കും. വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജമാണ്. എല്ലാ വസ്തുക്കൾക്കും രാസോർജമുണ്ട്. എല്ലാ വസ്തുക്കൾക്കും രാസോർജമുണ്ട്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. എന്താണ് രാസോർജം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസോർജം. പ്രകാശ സംശ്ലേഷണം വഴി സൗരോർജത്തെ സസ്യങ്ങൾ രാസോർജമാക്കി മാറ്റുന്നു. ഇങ്ങനെ സംഭരിക്കുന്ന രാസോർജം ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ എത്തുകയും ചെയ്യുന്നു. വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജമാണ്. എല്ലാ വസ്തുക്കൾക്കും രാസോർജമുണ്ട്. ഇത്രയും പോയിന്റ് സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.